അവൻ കുറ്റം ചെയ്തു ആര് പറഞ്ഞു? അങ്ങനെയാണല്ലോ കേസ് ചാർജ് ചെയ്തത്. അത് സ്ഥാപിക്കാനല്ലേ പബ്ലിക് പ്രോസിക്യൂട്ടർ. ആ ഉത്തരവാദിത്തം എനിക്ക് വേണ്ട അയ്യർ സാർ. നാരായണൻകുട്ടി നിരപരാധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇറ്റ്സ് നോട്ട് യുവർ ഫംഗ്ഷൻ ടു ഡിസൈഡ്, ദാറ്റ്സ് ദ ഫംഗ്ഷൻ ഓഫ് ദ ജഡ്ജ്. പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഒരു മർഡർ കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു എന്നിരിക്കട്ടെ, പ്രതിയുടെ വക്കീൽ കൊലപാതകത്തിന് കൂട്ടുനിന്ന് ആരെങ്കിലും പറയുമോ? ഡു ജസ്റ്റിസ് ടു യുവർ പ്രൊഫഷൻ. അയ്യർ സാർ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മനസാക്ഷി തേങ്കാക്കൊല അത് അവനും വേണമല്ലോ. നിനക്ക് അവനോടുള്ള ആത്മാർത്ഥത, സ്നേഹം, വിശ്വാസമൊക്കെ അവൻ നിന്നോടുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. തെറ്റുകൾ തിരുത്തണ്ടേ? ആത്മാർത്ഥ സ്നേഹിതനാണവനെങ്കിൽ അവന്റെ മാരേജ് നിന്റെ അടുത്ത് മറച്ചു വെക്കണോ? മേ ബി ഫോർ എ സർപ്രൈസ്. നാരായണൻകുട്ടിയുടെ മാരേജ്? യെസ്, കല്യാണം, മാരേജ് ഇൻ കംപ്ലയൻസ് വിത്ത് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. എപ്പോ? മനസ്സ് കല്ലാക്ക മാത്യു. ആസ്ക് കുക്കു. കുക്കു കുര്യൻ? യെസ്. നോട്ടീസിന്റെ കാലാവധി കഴിഞ്ഞാൽ കുക്കു നാരായണൻകുട്ടി. എന്താണ് പേര്? നാരായണൻകുട്ടി. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി നിങ്ങൾ തന്നെയല്ലേ? അതെ. താങ്കൾ IPC 366A 367 എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ നിഷേധിച്ചു അല്ലേ? നിഷേധിച്ചു. IPC 366A എന്താണെന്നറിയാം? അറിയാം. എന്താണ്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നതോ പ്രേരിപ്പിക്കുന്നതോ ആയ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന വകുപ്പ്. വക്കാലത്ത് നാരായണൻകുട്ടി പൊതുകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇതുവരെ എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്? 53. ഈ കേസുകളൊക്കെ താങ്കൾ തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന വൃത്തികേടുകൾക്ക് മറയായി പബ്ലിക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. നാരായണൻകുട്ടിക്ക് കുട്ടികളോട് വെറുപ്പാണ്? അല്ല, സ്നേഹമാണ്. ആണ്. താങ്കൾ എങ്ങനെയാണ് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മ വെക്കുകയാണോ, അതോ തലോടുകയാണോ, അതോ കെട്ടിപ്പിടിക്കുകയാണോ, അതോ ഇത് മൂന്നും കൂടിയാണോ? അത് കുട്ടിയുടെ പ്രായം, ബന്ധം എന്നിങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഘടകങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞത് അവയവങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കാം, 5 വയസ്സുകാരൻ താങ്കളുടെ ദൃഷ്ടിയിൽ കുട്ടിയാണ്? ആണ്. 13 വയസ്സുകാരി? കുട്ടിയാണ്. 13 വയസ്സുകാരി പെൺകുട്ടിയോട് താങ്കൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ. യുവർ ഓണർ, എനിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതി നൽകിയ പെൺകുട്ടിയെ നാരായണൻകുട്ടി ബലാത്സംഗം ചെയ്ത് ശരിയല്ലേ? ഇല്ല. അവളുടെ വയസ്സെത്ര? എനിക്കറിയില്ല, ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. അന്നേ ദിവസം നിങ്ങൾ മദ്യപിച്ചിരുന്നുകൊണ്ട് പരിസരബോധം മറന്നിരുന്നു. മാത്യു, നീ എന്നത് എന്ന് വെച്ചാൽ മദ്യപിച്ചിട്ടും ബോധമുണ്ടായിരുന്നു? ഞാൻ ഒരിക്കലേ മദ്യപിച്ചിട്ടുള്ളൂ. അപ്പോൾ ബോധത്തോടു കൂടിയായിരുന്നു ബലാത്സംഗം അല്ലേ? മാത്യു, എന്റെ പേര് മനഃപൂർവ്വം എഴുതി ചേർത്തതാ. ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. അവർക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ? അറിയില്ല. മുൻ പരിചയമില്ലാത്ത നിങ്ങളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മനഃപൂർവ്വം കരുതേച്ച് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ പെൺകുട്ടി നൽകിയ മൊഴി സത്യമാണ്? സത്യമല്ല, സത്യമല്ല, സത്യമല്ല. വീട്ടിലേക്കല്ലേ? അമ്മയെ അനിയത്തിയൊക്കെ നമുക്ക് ഓഫീസിലേക്ക് പോവാം. നാരായണൻകുട്ടി, നിന്നെ ആരോ കുടുക്കിയതാ. അത് നിന്റെ അമ്മയ്ക്കും സിസ്റ്റർക്കും മനസ്സിലാവും. എനിക്കറിയാം. മാത്യു പോലും. നിന്റെ അമ്മ അവന്റെ കാല് പിടിച്ചതാ നിന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ. പ്രതിക്കെതിരായിട്ട് വാദിക്കേണ്ടവനല്ലേ? ജോലിയേക്കാൾ വലുതല്ലല്ലോ ഞാൻ. നന്ദി കേട്. അവനിപ്പം നിവർന്നു നിൽക്കുന്നതന്നെ അയ്യരുടെ നട്ടലിന്റെ ബലത്തിലാ. സാരമില്ലടാ, നീ വന്നില്ല എന്നെ ജാമ്യത്തിലിറക്കാൻ. ഈ കടപ്പാട്. നാരായണ, സ്നേഹം അളക്കരുത്. അതിനുള്ള മീറ്റർ ദൂരം കണ്ടുപിടിച്ചിട്ടില്ല.